ഷോർട്ട് നോട്ട്സ് വേഴ്സസ് ഡീറ്റെയിൽ നോട്ട് എന്ന് വയ്ക്കുമ്പോൾ രണ്ടും വേണം എന്നുള്ളതാണ് ആൻസർ. രണ്ടും വേണം. അത് നമ്മളിപ്പോൾ ഏതെങ്കിലും ഒന്ന് മാത്രം കൊണ്ടിരുന്നിട്ട് കാര്യമില്ല. നമ്മൾ എല്ലാവരും ക്ലാസ് കേൾക്കുന്ന ആൾക്കാരാണ്. ക്ലാസ് കേൾക്കുന്ന സമയത്ത് ക്ലാസ് നിന്ന് കേൾക്കുക, മനസ്സിലാക്കിയതിൻ്റെ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള നോട്ടുകൾ നമ്മൾ കൃത്യമായിട്ട് എഴുതി വെക്കണം എന്നുള്ളത് നിർബന്ധമായിട്ടുള്ള കാര്യമാണ്. കാരണം ഫ്യൂച്ചറിൽ മേ ബി റിവിഷൻ ചെയ്യുന്ന സമയത്ത് നമുക്ക് ഏതെങ്കിലും ഒരു തിയറി ഡൗട്ട് വന്നു കഴിഞ്ഞാൽ ആ സമയത്ത് വീണ്ടും പോയി ആ ക്ലാസ് കേൾക്കുക എന്നുള്ളത് നമുക്ക് സമയം കില്ലാവുന്ന സമയമാണ്. അപ്പോൾ നമുക്ക് ഡൗട്ട് വരുന്ന പോർഷൻസ് നോക്കാൻ വേണ്ടിയിട്ട് വി ഹാവ് ടു ഹാവ് ദ ഡീറ്റെയിൽ നോട്ട്സ് നമുക്ക് വേണം. ഇനി റിവൈസ് ചെയ്യുന്ന സമയത്ത് പെട്ടെന്ന് റിവൈസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഷോർട്ട് നോട്ട് നമ്മുടെ കയ്യിൽ വേണം. അപ്പോൾ ക്ലാസ് കേൾക്കുക, നോട്ട് എഴുതി വയ്ക്കുക, മാൻഡേറ്ററി തിങ് ആണ്. ഇനി ക്ലാസ് കേൾക്കുമ്പോഴും നോട്ട് എഴുതുമ്പോഴും പ്രാക്ടീസ് ചെയ്യുമ്പോഴും എക്സാം എഴുതുമ്പോഴും എക്സാം അനാലിസിസ് ചെയ്യുന്ന സമയത്തൊക്കെ അതിനകത്ത് നമുക്ക് റെലവൻ്റ് ആയിട്ട് തോന്നുന്ന ക്വിക്കായിട്ട് റിവൈസ് ചെയ്യേണ്ട കാര്യങ്ങളെല്ലാം വീണ്ടും റിവൈസ് ചെയ്യേണ്ട കാര്യങ്ങളൊക്കെ ഷോർട്ട് നോട്ട് ആയിട്ടും കൂടെ കീപ്പ് ചെയ്യുക. ഷോർട്ട് നോട്ട് വിൽ ഹെൽപ്പ് യു ടു റിവൈസ് ഇറ്റ് ക്വിക്ലി. ഡീറ്റെയിൽ നോട്ട് വിൽ ഹെൽപ്പ് യു ടു ക്ലാരിഫൈ എനി ഡൗട്ട്സ് ഡ്യൂറിങ് റിവിഷൻ. അപ്പോൾ രണ്ട് സാധനവും നമ്മുടെ കയ്യിൽ വേണം. ചില കുട്ടികൾ ഞാൻ കണ്ടിട്ടുണ്ട് ഷോർട്ട് നോട്ട് ഇല്ലാത്തവരെയും കണ്ടിട്ടുണ്ട്, ഷോർട്ട് നോട്ട് മാത്രമുള്ളവരെയും കണ്ടിട്ടുണ്ട്. ഇത് രണ്ടും നിങ്ങൾക്ക് പ്രശ്നം വേണ്ടായിരിക്കും.